രാഹുൽ ഈശ്വറിന്റെ അഭിഭാഷകൻ ശാസ്തമംഗലം അജിത്താണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ബെയില് പരിഗണനയ്ക്കെടുത്തില്ല, അത് കോടതി നിഷേധിച്ചു എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. കൂടുതലൊന്നും പറയാനില്ല എന്ന് പറഞ്ഞാണ് അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത്ത് രാഹുൽ ഈശ്വറിന്റെ അഭിഭാഷകനായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകനായിട്ടുള്ള ശാസ്തമംഗലം അജിത്ത് അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അദ്ദേഹം നടപടികൾക്ക് ശേഷം പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് ദൃശ്യങ്ങളിൽ. ഒരുപക്ഷെ വരും ദിവസവും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുള്ള ഒരു ഇടപെടലാകും ഉണ്ടാവുക എന്നൊരു സുപ്രധാനമായ ചോദ്യമുണ്ട്. ആ ചോദ്യത്തിലേക്ക് ചില സൂചകങ്ങൾ തരുന്ന നടപടികളാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് വേണം പറയാൻ. അതായത് ഈ കേസിൽ രാഹുൽ ഈശ്വറിന് ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ അത് ഈ സമൂഹ മാധ്യമങ്ങൾ ഇത്തരം ഈ പ്രചരണം നടത്തുന്നവർക്ക് വലിയൊരു പ്രോത്സാഹനമായി മാറും എന്നൊരു നിരീക്ഷണം കൂടി കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം പ്രോസിക്യൂഷൻ ആ കാര്യം കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇത് വളരെ ബോധപൂർവമായ ഒരു ഗൂഢാലോചനയെ തുടർന്നാണ് ഇരയ്ക്കെതിരായ വലിയ സൈബർ അധിക്ഷേപം, സൈബർ ബുള്ളിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പൂർണ്ണമായി തെളിയിക്കണമെങ്കിൽ രാഹുൽ ഈശ്വറിന്റെ ജാമ്യം നിഷേധിക്കണം. തുടർന്ന് അദ്ദേഹത്തിന്റെ ഡിജിറ്റൽ ഉപകരണങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നായിരുന്നു ആവശ്യം. അത് കൃത്യമായി കോടതി മുഖവിലക്കെടുത്തതാണ് ഈ കേസിൽ രാഹുൽ ഈശ്വറിന് അപ്രതീക്ഷിത തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. ഡാൻ, ഇതൊരു തുടക്കം ആകുമല്ലോ. കാരണം രാഹുൽ ഈശ്വർ മാത്രമല്ല, യെസ്, ദീപ രാഹുൽ ദാസ് നമുക്കൊപ്പം ചേരുന്നു. രാഹുൽ ഈശ്വറിന്റെ പത്നി നമുക്കൊപ്പമുണ്ട്. ദീപ, എങ്ങനെയാണ് കോടതി ജാമ്യം അനുവദിച്ചിട്ടില്ല, എങ്ങനെ കാണുന്നു? അത് ഇത്തിരി ഒരു ഇതായിരുന്നു, ഒരു നിരാശയായിരുന്നു. നമ്മള് ബെയിലിന് നോൺ ബെയിലബിൾ ആയ ഒരു ഒഫൻസ് അതിന്റെ ഉള്ളിൽ അവർ ചേർത്തിട്ടുണ്ട്. അത് നിൽക്കില്ല എന്ന് തന്നെയാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ ബെയില് ഡിസ്മിസ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പം നമ്മൾ അടുത്ത നടപടികളിലേക്ക് മൂവ് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പം രാഹുൽ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഇപ്പം ബെയില് ഡിസ്മിസ് ആയതുകൊണ്ട് തന്നെ ഒരു നിരാഹാര സത്യാഗ്രഹത്തിലേക്ക് പോകും എന്നാണ് പറയുന്നത്. ഹങ്കർ ഫാസ്റ്റിലേക്ക് പോകും തന്നെയാണ് പറയുന്നത്. കാരണം അതില് ബെയില് റിജക്ട് ചെയ്യേണ്ട വിധത്തിലുള്ള ഒന്നും തന്നെ ഇല്ല, അതിനുള്ള എവിഡൻസ് ഒന്നും ഇല്ല, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. സെക്ഷലി കളേർഡ് ആയ റിമാർക്സ് എന്ന് പറയുന്ന സെക്ഷൻ 75(1) ആണ് ചേർത്തിരിക്കുന്നത്. അതിനുള്ളൊരു ഗ്രൗണ്ട്സ് ഒന്നും ഉള്ളതായിട്ട് എങ്ങും വന്നിട്ടില്ല. എന്നിട്ടും പിന്നെ നമ്മൾ ലാപ്ടോപ്പും കൊടുത്തു, ലാപ്ടോപ്പ് സീസ് ചെയ്തു, എന്നിട്ടും ഇത് എന്തുകൊണ്ട് ഇങ്ങനെ റിജക്ട് ചെയ്തു എന്നുള്ളതിന് നമുക്കൊരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ഹങ്കർ ഇതിന് വേണ്ടിയിട്ട് ഹങ്കർ ഫാസ്റ്റിലേക്ക് പോവാണെന്നാണ് പറഞ്ഞത്. ഇത് ജയിലിൽ അത്തരം ഒരു നിരാഹാര സമരം നടത്തുമെന്നാണോ രാഹുൽ പറഞ്ഞിരിക്കുന്നത്? അതെ അതെ, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതിനപ്പുറം നിയമ നടപടികൾ തുടർന്ന് നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ? മേൽക്കോടതിയിലേക്ക് പോകണ്ടോ? പോകുന്നുണ്ട്. അത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ശരി ദീപ, ഒരു കാര്യം കൂടി. ഇതിപ്പോൾ ഈ വീട്ടിൽ നിന്ന് കിട്ടിയ ലാപ്ടോപ്പിൽ നിന്നടക്കം പ്രധാനപ്പെട്ട ചില തെളിവുകൾ കിട്ടിയെന്നാണ് പോലീസ് പ്രോസിക്യൂഷൻ ഇന്ന് ജഡ്ജിന് മുന്നിൽ വാദിച്ചത്. തെളിവുകളാണ്, അങ്ങനെയുള്ള തെളിവുകളൊന്നും ഇല്ല. അതുകൊണ്ടാണല്ലോ അവർക്ക് എന്താണ് ഈ സെക്ഷലി കളേർഡ് റിമാർക്സ് എന്നുള്ളതിന്റെ ഒരു എന്താണ് ആ റിമാർക്ക് എന്നുള്ളത് പോലും അവർ പറഞ്ഞിട്ടില്ല ആ റിമാൻഡ് റിപ്പോർട്ടിൽ. അപ്പൊ അവർക്ക് തന്നെ അറിയില്ല എന്തിനാണ് ഈ അറസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്, അവർക്ക് തന്നെ അറിയില്ല. അപ്പം അത് അവിടെ കോടതിയിൽ തന്നെ പറയുന്നുണ്ട് എന്താണ് ഈ സെക്ഷലി കളേർഡ് റിമാർക്സ്. ദീപ, ഈ അതിജീവിതയുടെ ആ കുട്ടിയുടെ ഫോട്ടോ രാഹുലിന്റെ മൊബൈലിലോ അല്ലെങ്കിൽ ഈ ലാപ്ടോപ്പിലോ ഉണ്ടായിരുന്നോ? ഇല്ല, ഫോട്ടോ കുട്ടിയുടെ ഇതിപ്പം കുട്ടിയുടെ ഫോട്ടോ എവിടെ എന്തെങ്കിലും പ്രസിദ്ധീകരിച്ചിട്ടില്ലല്ലോ, നമ്മളെങ്ങും പറഞ്ഞിട്ടില്ലല്ലോ. അത് ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഇനിയിപ്പോ ഞാൻ നോക്കിയിട്ടില്ല ലാപ്ടോപ്പിനുള്ളിൽ ഉണ്ടോന്ന്. ഇവിടെ ആസ്കിങ് വാസ് ഇറ്റ് എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ, അത് പുറത്ത് വന്നിട്ടുണ്ടോ, രാഹുലിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ? പിന്നെ ഓരോരുത്തരുടെ ലാപ്ടോപ്പിൽ പല കാര്യങ്ങളും ഉണ്ടാവില്ലേ. നമ്മൾ അബൈഡിങ് ബൈ ദി ലോസ് അത് പുറത്ത് വന്നിട്ടുണ്ടോ എന്നല്ലേ നോക്കേണ്ടതായിട്ടുള്ളൂ. ഓക്കെ, നിങ്ങളത് പ്രചരിപ്പിക്കാൻ വേണ്ടി അതിൽ സൂക്ഷിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അല്ല, അതെങ്ങനെ പറയാൻ പറ്റും? അതെങ്ങനെ നിങ്ങൾക്ക് പ്രചരിപ്പിച്ചിട്ടുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ പോരെ? പ്രചരിപ്പിക്കാൻ വേണ്ടി അതിനകത്ത് സൂക്ഷിച്ചു എന്ന് പറയുന്നതിൽ എന്ത് കാര്യമല്ലേ? അത് വളരെ ലീമായ ഒരു ആർഗ്യുമെന്റ് അല്ലേ? ശരി, ഈ അഭിഭാഷകൻ ശാസ്തമംഗലം അജിത്തായിരുന്നു ഹാജരായത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകനാണ്. എന്തെങ്കിലും നിയമസഹായം കിട്ടിയിട്ടുണ്ടോ? അവര് രാഹുൽ മാങ്കൂട്ടൊക്കെ സഹായം നൽകിയിട്ടുണ്ടോ? അല്ല, അതിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല.